ബ്രേക്ക് എടുക്കാൻ കേട്ടിട്ടുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ ആ ഒരു റീസൺ ആയിരുന്നോ അങ്ങനത്തെ? അല്ല, എക്സ്പീരിയൻസ് ഒക്കെ ഉറപ്പായിട്ട് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. ഞാനൊക്കെ ഈ ചോദ്യം കേൾക്കുന്ന എല്ലാവരും പറയാം, പെൺകുട്ടികൾക്ക് എല്ലായിടത്തും ഉണ്ട്. അത് സിനിമയെന്നല്ല, സിനിമയിൽ ആകെ ഡിഫറൻസ് നമ്മളിപ്പോൾ അവിടെ പോയി താമസിക്കും, ഷൂട്ടിന് പോകുന്നു. സീരിയൽസിലാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പോയത്, സിനിമയ്ക്കാണെങ്കിൽ നമ്മൾ അവിടെ പോയി താമസിക്കും. ഇത് ചില ആൾക്കാർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ അറിയാം, ഇതെങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാം. ഇതൊക്കെ ഒരു അനുഭവം ഇല്ലാത്ത വരുന്ന ആൾക്കാർക്ക് ഫേസ് ചെയ്യാൻ ഭയങ്കര അത് ആ സമയത്ത് അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് ഒരു മൊമെന്റിൽ തോന്നും, നമുക്ക് ഒരു മൊമെന്റിൽ തോന്നും ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, അത് നമ്മളോടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനൊരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നെ ഇതൊക്കെ റിയലൈസ് ചെയ്തു ഇത് നമ്മുടെ തെറ്റാണ്. അത് ചോദിക്കുന്ന ആൾക്കാരുടെ അല്ലേ അവരുടെ പ്രശ്നമാണ്, നമ്മളത് വിഷമിച്ചിട്ട് ഒരു കാര്യം. പക്ഷെ അതൊക്കെ റിയലൈസ് ചെയ്ത് മെന്റലി കുറച്ചും കൂടി ഒന്ന് വികസിച്ച് വരാൻ സമയം എടുത്തു. അല്ല, അത് മാത്രം കൊണ്ടല്ല ബ്രേക്ക് എടുത്ത് ഇമോഷണലി ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ ആ സമയത്ത് എനിക്ക് ഒരു ആക്സിഡന്റ് ആയിട്ട് ലിഗ്മെന്റ് ടയർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇമോഷണലി ഹെൽത്ത് വൈസ് പിന്നെ പ്രൊഫഷണൽ വൈസ് എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ സപ്പോർട്ട് നമുക്ക് വേണം. അത് മെന്റലി ഇപ്പൊ എൻ്റെ ഫാമിലി ആണല്ലോ, എൻ്റെ അമ്മയ്ക്ക് സപ്പോർട്ടീവ് വേണം. പക്ഷെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയില്ല. ഇനി അഭിനയിച്ചോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് വരും, പക്ഷെ എങ്ങനെ മുമ്പോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്തൊരു സിനിമയെ പറ്റി ചോദിച്ചാൽ ഈ സിനിമ ചെയ്യണോ ആ സിനിമ ചോദിച്ചാൽ നമുക്കറിയാം. ഇപ്പോൾ വീട്ടിലൊരു സജഷൻ ചോദിക്കാൻ ഒരാളില്ല, അല്ലെങ്കിൽ ഒരു മെന്റൽ സപ്പോർട്ട് ഉണ്ട്, പക്ഷെ അവർക്ക് സിനിമയെ പറ്റി ഒന്നും അറിയില്ല. അങ്ങനെയൊക്കെ കുറേ റോങ് ആയിട്ടുള്ള റൈറ്റ് ചോയ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ബ്രേക്ക് എടുത്തത് ഒരു മണ്ടത്തരമായിരുന്നു ആക്ച്വലി. പറയുന്ന മലയാളത്തിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീമെയിൽ ആർട്ടിസ്റ്റും കാസ്റ്റിംഗ് കൗച്ച് ഫേസ് ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങനെ എനിക്കറിയില്ല. ഞാൻ എല്ലാവരോടും ഇപ്പൊ എനിക്ക് എത്ര ഹീറോയിൻസ് ആയിട്ട് അറിയാം. പിന്നെ ഇനി അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ഓപ്പൺ ആയിട്ട് പറയണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ആരോട് ചോദിച്ചാലും അവർ പറയും ഇല്ല അങ്ങനെയൊന്നും ഇല്ല, ഈ ഇൻഡസ്ട്രി വളരെ നല്ലതാണെന്നൊക്കെ പറയും. അതാണ് മോഡ് ഓഫ് സർവേ, മനസ്സിലായോ? അതായത് അങ്ങനെ ആൾക്ക് വെച്ച് പറയുന്ന ആൾക്കാർ സർവേയിൽ മുമ്പോട്ട് പോകും. നമുക്ക് സമയത്ത് നല്ല ആൾക്കാരുണ്ട്. ഞാൻ ചെയ്ത എല്ലാ സിനിമയിലെ ആൾക്കാരും മോശം ഒരിക്കലും പറയില്ല. അതിൽ നല്ല ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, നല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു, നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില സൈഡ് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മുമ്പോട്ട് പോവുക, അതാണ് സർവേ. ഇപ്പൊ പുതിയതായിട്ട് വരുന്ന നടിമാരോട് ആസ് എൻ എക്സ്പീരിയൻസ്ഡ് ആക്ടർ ആൻഡ് ആർട്ടിസ്റ്റ് എന്തായിരിക്കും എക്സ്പീരിയൻസ് വന്നത്? അല്ല, അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് പറയാൻ മാത്രം ഒന്നും ആയിട്ടില്ല. അല്ല, പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകരുത്. അത് എങ്ങനെയെങ്കിലും ഫേസ് എന്ന് വെച്ചാൽ ഇതിനങ്ങനെ റിപ്ലൈ പറയാന്നുള്ളതല്ല. അത് ട്രാക്കിൽ നിന്ന് മുമ്പോട്ട് പോകാൻ ഒരു എനർജി നമുക്ക് എവിടെയെങ്കിലും കിട്ടണം, അത് ഉണ്ടാവണം, എന്നാലും സർവേ ചെയ്യാൻ പറ്റും.